ഹായ്, നമസ്കാരം. 53 വർഷം അപ്പൻ ഭരിച്ചു, ബാക്കി 2.5 വർഷം മകൻ ഭരിക്കുന്നു. കേരളത്തിലെ പുണ്യാളച്ച മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി മണ്ഡലം. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം മകനായിട്ടുള്ള ചാണ്ടി ഉമ്മന്റെ ഒരു തുറന്നു പറച്ചിലായിട്ട് വേണം, അല്ലെങ്കിൽ കേരളം അതിനൊരു വെളിപ്പെടുത്തലായിട്ട് വേണം കാണാൻ. അതായത് 53 വർഷം ഭരിച്ചതിന് ശേഷം ഒരു വില്ലേജ് ഓഫീസ് വരെ ഉണ്ടാക്കാൻ ശേഷിയില്ല എന്ന് സ്വന്തം മകൻ തന്നെ ഈ സമൂഹത്തിനോട് തുറന്നു പറയുമ്പോൾ, ആ മണ്ഡലത്തിൽ ഒന്നും തരുന്നില്ല എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ 53 വർഷം ഈ പുണ്യാളച്ച മുഖ്യമന്ത്രി അവിടെ എന്തൊലക്കെയാണ് ഉണ്ടാക്കിയതെന്ന് നാട്ടുകാർക്ക് ചോദിക്കണ്ടേ? ദേ ഒന്ന് കേട്ടെ. ഈ നാടിന്റെ വികസനം ഉറപ്പാക്കണം, ഞങ്ങളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നടപ്പിലാക്കി തരണം, ഞങ്ങളുടെ പാലം, പാറേക്കടവ് പാലം, കമ്പനിക്കടവ് പാലം, ഇവിടെ തൊട്ടപ്പുറത്തൊരു ഒരു വില്ലേജ് ഓഫീസുണ്ട്. 2 മന്ത്രിമാരും എന്റെ പിതാവിനെയും സാക്ഷി നിർത്തി കല്ലിട്ടതാ. ഞാൻ അസംബ്ലി ചോദിച്ചു 1.5 വർഷം മുമ്പ് എന്ന് സാർ ഇത് പൂർത്തിയാക്കും. അതിന് റവന്യൂ മന്ത്രി പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നിൽക്കുന്ന സ്ഥലമാ, ഞങ്ങൾ അതിനെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടത്തെ വികസന മുരടിപ്പ് നാട് കണ്ടതാണ്. അതായത് നാട് നീളെ വികസനം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ചിലർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഒന്ന് വന്നതിന് ശേഷം അവിടുത്തെ ചില കോളനികളുണ്ട്, ഒന്ന് വന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തിപ്പെട്ടുകയാണെങ്കിൽ നമ്മൾ അതിനൊരു ഒരൊറ്റ ഷൂട്ടായിട്ട് പോകാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യം അവിടെ നിന്ന് 1-2 പേര് ഇവനെ മറ്റേ മാധ്യമങ്ങളെല്ലാം കൂടി ഇപ്പോൾ എടുത്ത് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പനെ പോലെ തന്നെ അപ്പന്റെ മുടി, അപ്പന്റെ നടത്തം, അപ്പന്റെ ശൈലി. എന്നാൽ എന്താണ് ഇയാളുടെ പ്രവൃത്തി എന്നതിനെ സംബന്ധിച്ച് മരണ വീട്ടിൽ പോയിരുന്നു മറ്റേ രാമായണം വായ്പ്, അല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അവിടെ ഒന്നും വന്നിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഈ ഒരു പ്രതികരണം. എവിടെ ആശുപത്രി എത്ര, ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂള് അവസാനം ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നന്നാക്കി കൊടുക്കാനായിട്ട് പിണറായി വിജയൻ വേണ്ടി വന്നു. അതാണ് അവസ്ഥ. പക്ഷെ ഇതൊന്നുമല്ല. ഈ ഉമ്മൻചാണ്ടി 53 വർഷം ഭരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വിയോഗം, ആ വ്യക്തി കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഇതേ ചാണ്ടിച്ചന്റെ മറ്റൊരു മകളുണ്ട്. ആ മകളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾ ഇവിടെ വന്നപ്പോ തൊട്ട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, 53 കൊല്ലം ഉമ്മൻചാണ്ടി ഇവിടെ എന്ത് ചെയ്തു എന്ന്. അതിനിന്ന് പുതുപ്പള്ളി മറുപടി നൽകി. 53 കൊല്ലം ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ തന്നെ ഇനി ഇവിടെ മതിയെന്ന്. കേട്ടല്ലോ, എന്റെ അപ്പൻ എന്ത് കൊണ്ടുവന്നോ അത് മതി പുതുപ്പള്ളിയിൽ. എങ്ങനെ? എന്റെ അപ്പൻ കൊണ്ടുവന്നത് എന്താണോ അത് മതി. അപ്പോ ഈ മൂത്ത മോൻ ഇറങ്ങി നിന്നിട്ട് എന്റെ മണ്ഡലത്തിൽ ഒന്നും വന്നില്ലേ എന്ന് പറയുമ്പോൾ ആദ്യം കുടുംബത്തിനകത്ത് പോയി ഒരു അഭിപ്രായ സ്വരൂപണം ഉണ്ടാക്കൂ. എൻ്റെ അപ്പം ഉണ്ടാക്കിയതുപോലെ ഇനി പുതുപ്പള്ളി ഇരുന്നാൽ മതി, ഒന്നും വേണ്ട എന്ന് പറയുന്നിടത്ത് ആര് കേൾക്കാനാണ് അതേ കുടുംബത്തിലെ ചാണ്ടിമോൻ ഇറങ്ങി നിന്ന് ഈ വാചക കസർത്ത് നടത്തുന്നത്? നാട്ടുകാർ ആലോചിക്കണ്ടേ? ഇങ്ങനെ ഒരു മണ്ഡലത്തെയൊക്കെ ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് അത് രാഷ്ട്രീയത്തിൽ വീതം വെച്ച് കൊടുക്കുകയാണ്. എങ്ങനെ? രാജീവ് ഗാന്ധിക്ക് ശേഷം ആരാണ് എന്ന ചോദ്യത്തിന് രാജീവ് ഗാന്ധിയുടെ മകൻ എന്ന് പറയുന്നത് പോലെ അത് കേരളത്തിലേക്ക് വരുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം ആരാണ്? അത് ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മന് ശേഷം ആരായിരിക്കും? ചാണ്ടി ഉമ്മൻ കല്യാണം കഴിച്ചൊരു മോനുണ്ടാകണമെങ്കിൽ ആ മണ്ഡലം ചാണ്ടി ഉമ്മൻ്റെ മോന് കൊടുക്കും എന്ന് പറയുന്നതാണ് അവസ്ഥ. ആ കുടുംബത്തിനകത്ത് പോലും ഇനി ഈ മണ്ഡലത്തിൽ, അതായത് ഞങ്ങളെല്ലാം വിദേശത്ത് പോയി, അതായത് ഈ ഡയലോഗ് പറഞ്ഞ മകൾ എവിടെയാണ് ജീവിക്കുന്നത്? പുതുപ്പള്ളിയിലാണോ? അല്ല, അവർ മറ്റേ വിദേശത്തൊക്കെ പോയി അങ്ങ് തകർത്താടുകയല്ലേ. അവർക്ക്, അതായത് ഉമ്മൻചാണ്ടി ഇങ്ങനെ ലളിത വേഷം ധരിച്ച് ഇതൊക്കെ സൃഷ്ടിച്ചെങ്കിലും അവർ അത്യാഡംബരപൂർവ്വം പലയിടങ്ങളിലും പോയി ജീവിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും പിണറായി വിജയന്റെ മക്കൾക്ക് പാടില്ല. ആർക്കൊക്കെ പാടുള്ളൂ? ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ സതീശന്റെയോ ഒക്കെ മക്കൾക്ക് ഇതാകാം. പക്ഷേ ഇപ്പുറത്തെ സൈഡിലുള്ളവർക്ക് പാടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അതിനോടൊപ്പം വായിച്ചെടുക്കണം. എന്തായാലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. 53 വർഷം ഭരിച്ച ഒരാൾക്ക് ആ നാട്ടിൽ ഒരു വില്ലേജ് ഓഫീസ് നല്ലത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, നല്ലൊരു ആശുപത്രി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്ത് തേങ്ങയാണ് കൊണ്ടുവന്നതെന്ന് നാട്ടുകാരാണ് ചോദിക്കേണ്ടത്. എന്തായാലും ആ മണ്ഡലത്തിലുള്ള ഉമ്മൻചാണ്ടിയോടൊപ്പം ഒക്കെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ പറയുന്നതുണ്ട്, അവിടെ ഈ സഭയെ ചേർത്ത് നിർത്തി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സിംപ്ലിസിറ്റി കാണിച്ച് മനോരമ എന്ന പത്രത്തിലൂടെ ആൾക്കാരുടെ ഇടയിലേക്ക് അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്ത് ഇറക്കി എന്നതിനപ്പുറം ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് മകന്റെ വാചകത്തിനകത്തുണ്ട്. ഒരു ചുക്കും ചെയ്യണ്ട എന്നും അവിടെ മകളുടെ വാചകത്തിലുമുണ്ട്. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കാം. അത് നിങ്ങൾക്ക് വിടുകയാണ്.